അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു വറുത്തരച്ച ബീഫ് കറിയാണ്. ആദ്യം പാൻ ചൂടാക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പില നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് മൂപ്പിച്ചത് കേട്ടോ. ഞാനിതിന് കുറച്ച് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചേർത്ത് ഒന്നുകൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് മൂക്കട്ടെ. പൊടികളും കൂടി നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. കാരണം ഞാൻ ഓൾറെഡി ഇറച്ചിയിൽ ഗരം മസാല ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടി ഇങ്ങോട്ട് ചേർക്കാം. നല്ലതുപോലെ ഇത് കൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമുക്കിനിയിപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് വറുവലിൻ്റെ സാധനങ്ങൾ റെഡിയാക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് സവാള, അല്ലെങ്കിൽ ഉള്ളി, ചെറിയ ഉള്ളി ഇല്ല, ഞാനൊരു പീസ് സവാള എടുക്കുന്നത്. അതൊക്കെ അരിഞ്ഞ് നമുക്ക് റെഡിയാക്കാം. ഇത് നല്ല വെതറാണെന്ന്. അത് ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. ഇന്ന് നേരം വെളുത്തപ്പോൾ മഴയും കാറ്റും ഒക്കെ എങ്ങോട്ട് പോയെന്നറിയില്ല. ഞാൻ ഈ താളിക്കപ്പള്ളി പോലെ ഒരു കഷ്ണം ചെറുതായിട്ട് ഇങ്ങനെ പൊടി പോലെ അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുണ്ട്. അത് പ്രത്യേക ടേസ്റ്റാണ്. എണ്ണയിൽക്കൈ നിന്ന് മൊരിയുമ്പോഴേ നല്ലൊരു മണവും പിന്നെ കറിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുണ്ട്. ഇതുപോലെ ഉള്ളി അരിഞ്ഞെടുക്കാം. കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്ത് ചേർക്കും. ഞാൻ നേരത്തെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറും തുറന്ന് നോക്കാം. ഇറച്ചി വെന്തിട്ടുണ്ടോ ഒന്ന് നമുക്ക് നോക്കാം. ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇളക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരപ്പിടാം.
ഇതിലോട്ട് ഞാനിപ്പോൾ പൊളിച്ചു. തീ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. നമുക്ക് തീ ഒന്ന് കത്തിക്കാം. അപ്പം മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിള വരണ്ട, നമുക്കൊന്ന് നല്ലൊരു ചൂടായതിനു ശേഷം ഓഫ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ എരിവോ എന്തെങ്കിലുമൊക്കെ പുറകോട്ടാന്ന് നോക്കാം. പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. കുക്കർ ലോക്ക് ചെയ്യണ്ട, ചുമ്മാ അങ്ങ് മൂടി വെച്ചാൽ മതി. നമുക്കിനി കടുക് വറുത്തിടാം. പാൻ വെച്ച് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. തീ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് കടുകിടാം. കടുക് നല്ലൊരു പൊട്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാനൊന്ന് മൂടി വെക്കും. കടയെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമുക്കിതിലോട്ട് സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. കറിവേപ്പിലയും ഉണക്കമുളകും ഇതും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് മൂടി വെക്കും. എല്ലാം കൂടി കിടന്നത് മതി. ഇടയ്ക്ക് ഞാൻ ഈ സോസ് പാനൊന്ന് കാലിൽ പിടിച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കും. അത് കരിയില്ല. ഇപ്പോൾ വറവലൊക്കെ നല്ലപോലെ ശരിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് കറിയിലോട്ടിടാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യാൻ പോകുന്നത് റവ ദോശയാണ്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ ചെയ്യാൻ. ഈ ദോശ കറി റെഡിയായി. ഇനി റവ ദോശയ്ക്കുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കിനി റവയും 1 കപ്പ് റവ എടുക്കാം. ഒരു കപ്പ് റവ, ഒരു 3 ടീസ്പൂൺ അരിപ്പൊടിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഇട്ടാലാണ്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ധാരാളം വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം, 3 കപ്പ് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളമായി. നല്ലൊരു കൊണ്ടുവന്ന് എല്ലാം കൂടി വരും. 1 കപ്പ് വെള്ളം കൂടി ചേർക്കും. നമുക്കിതൊന്ന് മൂടി വെക്കാം. ആ സമയം കൊണ്ട് അതിലൊക്കെ ചേർക്കുന്ന ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. റവ ആ പൊടിയിലോട്ട് ചേർക്കാനുള്ളതാണ്. നമുക്ക് റവ ദോശയ്ക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഉള്ളിയും
ഇഞ്ചി, മല്ലിയില, അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. പക്ഷെ എനിക്ക് തേങ്ങാപ്പീര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് തേങ്ങാപ്പീരയും കൂടി പാലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയി. അത് കൂടാതെ ചെറിയൊരു പച്ചമുളക്, അത് ചെറുതായി പൊടി പോലെ അരിഞ്ഞ് അതും ഞാൻ ചേർക്കുന്നുണ്ട്. ഇഞ്ചി എപ്പോഴും നല്ല പൊടി പോലെ അരിയണം, അല്ലെങ്കിൽ ഇഞ്ചി കടിക്കും. ഇഞ്ചിയുടെ ടേസ്റ്റാണ് കൂടി പൊടിയിലോട്ട് ചേർക്കും. എല്ലാം കൂടി നല്ലത് മിക്സ് ചെയ്ത് ഇത് മല്ലിയിലയും കൂടി ചേർക്കാവേ. ഞാനും കഴുകി അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ്, കാരണം മല്ലിയില പെട്ടെന്ന് ചീത്തയിൽ പോകണം. മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കും, മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരും കൂടി ചേർക്കും. നമ്മൾ ഉപ്പ് ചേർത്തില്ല, നമുക്കിനി ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ദോശക്കാണെങ്കിലും റവ ദോശക്കാണെങ്കിലും സാധാരണ ദോശക്കാണെങ്കിലും കുറച്ച് ഉപ്പ് തള്ളിയിരിക്കുന്ന എനിക്കിഷ്ടം. വെള്ളം ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ റവയെല്ലാം സോക്ക് ചെയ്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. നല്ല വെള്ളം പോലെ ഇരിക്കണം. 3 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചത്, ഇനിയിപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കണം. ഇനിയിപ്പോൾ ഇത് ചുടാനാവുമ്പോൾ 1/2 കപ്പും കൂടി ഒഴിക്കും. അപ്പോൾ ടോട്ടൽ 4 കപ്പ് വരും. ഞാൻ ആ സമയം കൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. കുറച്ച് നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നെയ്യിൽ കിടന്ന് നല്ലൊരു മുരിയട്ടെ. ഇതിനിടയ്ക്ക് ഞാൻ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കേട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, അത് എഴുതല്ലോ. അത് ഈ കിടക്കുന്നതാണ് ചെറിയ പച്ചമുളക്. റവ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നെറ്റ് പോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മുടെ റവ ദോശ നല്ല ക്രിസ്പിയാണ്. എപ്പോഴും ഒഴിക്കുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ.